ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയമാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ദ ഗ്രേറ്റ് എലിസബത്തൻ പോയറ്റ് ജെയിംസ് ഷേർലിയാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വായിച്ചു നോക്കുക. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയം ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡെത്ത് ദ ലെവലർ, മരണം എങ്ങനെയാണ് എല്ലാവർക്കും ഈക്വലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മരണത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ് എന്നൊരു കോൺസെപ്റ്റ് കാണിക്കുന്ന പോയമാണ്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഇതിൽ പറയുന്നത് നമ്മുടെ ബ്ലഡും നമ്മുടെ സ്റ്റേറ്റ് മീൻസ് നമ്മുടെ സ്റ്റാറ്റസ്, ഫാമിലി സ്റ്റാറ്റസ് ആകാം, നമ്മൾ സൊസൈറ്റിയിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാകാം. പക്ഷേ എല്ലാം എന്താണ്? ഷാഡോസാണ്, നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, അതൊന്നും എന്നും നിലനിൽക്കുന്നവയല്ല, അതിനെല്ലാത്തിനും വീഴ്ച വരാം. ദർ ഈസ് നോ ആർമർ എഗെയിൻസ്റ്റ് ഫെയ്ത്ത്. ദർ ഈസ് നോ ആർമർ എഗെയിൻസ്റ്റ് ഫെയ്ത്ത്, അതായത് വിധിക്കെതിരെ ഇന്നേ വരെ ഒരു കവചവും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ മരണത്തിന് മുന്നിൽ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഒരു കവചവും നമുക്കില്ല. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്, സെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. അതായത് ഒരു കിങ് എങ്ങനെയാണ്? സെപ്ചറും ക്രൗണും, അതായത് കിരീടവും ചെങ്കോലും ഒക്കെ പിടിച്ചിരിക്കുന്ന ആളാണ്, ഒരു വലിയൊരു പദവിയിലിരിക്കുന്ന രാജാവാണ് അല്ലേ. ആൻഡ് ഇൻ ദ ഡെസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്കിഡ് ആൻഡ് സിറ്റ് ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞാൽ തൂമ്പയും പാരയും ഒക്കെ പിടിച്ചിരിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരനാണെങ്കിലും ചെങ്കോലും കിരീടവും ഒക്കെ പിടിച്ചിരിക്കുന്ന കിങ് ആണെങ്കിലും മരണം എല്ലാവർക്കും മുന്നിൽ ഒന്നാണ്. അല്ലെങ്കിൽ മരണം വന്നു കഴിയുമ്പോൾ ഇത് രാജാവാണല്ലോ, കീഴ്പ്പെടുത്താൻ പറ്റില്ലല്ലോ, അങ്ങനെയില്ല. പാവപ്പെട്ടവനാണെങ്കിലും ഒരു അതോറിറ്റിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജാവാണെങ്കിൽ പോലും മരണം എല്ലാവർക്കും ഈക്വലാണ്. അതാണ് ഡെത്ത് ഒരു ലെവലറാണെന്ന് പറയുന്നത്, എല്ലാവരും ഈക്വലായിട്ടാണ് കാണുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കാം. Some men with swords may reap the field and plant fresh laurels where they kill. അതായത് യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഒരു യുദ്ധഭൂമിയിൽ പടയാളികൾ അവരുടെ ശക്തി ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാരെ വെട്ടിവീഴ്ത്താറുണ്ട്, കൊലപ്പെടുത്താറുണ്ട്. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. ഇവിടെ ലോറൽ എന്ന് പറയുന്നത് ഒരു സൈസ് പുഷ്പമാണ്. പണ്ട് ഗ്രീക്കിലൊക്കെ ഈ ജയിച്ചു വരുന്ന പടയാളികൾക്ക് ഒരു സമ്മാനമായിട്ട് തലയിൽ ചാർത്തി കൊടുക്കുന്നതാണ് ഈ ലോറൽ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബൊക്ക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ തലയിലൊക്കെ എല്ലാവരും വെച്ച് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുമായിരിക്കാം. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. പക്ഷേ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഞരമ്പുകൾ, ഈ പടയാളികളുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഞരമ്പുകളെല്ലാം തളർന്നുകൊണ്ടേയിരിക്കും. ദേ ടേം ബട്ട് വൺ അനദർ സ്റ്റിൽ ഏർലി ഓർ ലേറ്റ്. ചിലപ്പോൾ നേരത്തെ ആകാം, അല്ലെങ്കിൽ വളരെ താമസിച്ചാകാം, എപ്പോഴാണെങ്കിലും അവർക്ക് മരണം എന്ന് പറയുന്നത് ഉറപ്പാണ്. They stoop to fate and must give up their murmuring breath when their pale captives creep to death. എന്താ പറയുന്നത്? എത്ര വലിയ പടയാളികളാണ്, എത്ര ശക്തനാണ്, ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ഒരുപാട് വിക്ടറികൾ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഗീവ് അപ്പ് ദെയർ മർമറിങ് ബ്രീത്ത്, അവരുടെ അവസാന ശ്വാസം പോകും. അവർ പെയിലായിട്ട് മാറും, വിളറി ഒരു ശക്തിയുമില്ലാത്ത ആൾക്കാരായിട്ട് മാറി അവസാനം ക്രീപ് ടു ഡെത്ത്, മരണത്തിന് കീഴടങ്ങും. അടുത്ത സ്റ്റാൻസ നോക്കാം. The garlands wither on your brow, then boast no more your mighty deeds. അതായത് ഈ തലയിൽ നമുക്ക് വെച്ച് തന്നിരിക്കുന്ന ഈ ഒരു കിരീടം അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിൻ്റെ തിളക്കം ആ മരണത്തോടു കൂടി അതും തീരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരും നമ്മുടെ വിജയത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിക്ടറിയെ പറ്റിയിട്ടോ ആരും ഡിസ്കസ് ചെയ്യില്ല. അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ ആൾത്താർ നൗ സീ വെയർ ദ വിക്ടർ ആൻഡ് വിക്ടിം ബ്ലേഡ്സ്. അതായത് ഡെത്ത്സ് പർപ്പിൾ ആൾത്താർ മീൻസ് മരണത്തിന് മുന്നിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ അൾത്താരയിൽ വിക്ടർ അല്ലെങ്കിൽ വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആൾ, വിക്ടിം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ, എല്ലാവരും തുല്യരാണ്. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോംബ്. തണുത്ത ശവക്കല്ലറയിൽ അല്ലെ ശവക്കുഴിയിൽ നമ്മളെല്ലാവരും അവസാനം എത്തിത്തീരുക തന്നെ ചെയ്യും. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്.
എന്താണ് ആകെ നിലനിൽക്കുന്നത്? നമ്മൾ ചെയ്ത വിക്ടറിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരുപാട് ആൾക്കാരെ കൊന്ന് കീർത്തി നേടിയതോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫേമസ് ആയതോ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസോ ഒന്നും മരണത്തിന് ശേഷം നിലനിൽക്കില്ല. മരണത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ്. മരണത്തിന് ശേഷം ആകെ നിലനിൽക്കുന്നത് നമ്മൾ ചെയ്ത സൽപ്രവർത്തികൾ അല്ലെങ്കിൽ ഗുഡ് ആക്ഷൻസ്, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമേ മരണത്തിന് ശേഷം നിലനിൽക്കൂ. മരണത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണിക്കുന്ന പോയമാണ് ഇത്. നമുക്കൊരു അഡ്വൈസ് പറഞ്ഞാണ് നിർത്തുന്നത്. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, മരണത്തിന് ശേഷം അതുമാത്രമേ നിലനിൽക്കൂ. താങ്ക് യു.